പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഞ്ചേശ്വരത്ത് STPI അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ കുറിച്ചാണ് ചർച്ച. എന്നിട്ട് ഒരു STPI BJPയുമായിട്ട് എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആരോപണമല്ല, ചെറിയൊരു സംശയമൊക്കെ ഇട്ടിട്ടാണ് ആ ചർച്ച അങ്ങനെ പുരോഗമിക്കുന്നത്. ഞങ്ങൾ മീഡിയ വണ്ണിനോട് ചോദിക്കട്ടെ, മീഡിയ വണ്ണിനോട് മാത്രമല്ല, UDFന് അനുകൂലമായിട്ട് കുറച്ച് സൈബർ പോരാളികളുണ്ട്, കപട മതേതര സൈബർ പോരാളികളുണ്ട്. 2-3 ദിവസമായിട്ട് അവർ എഴുതിക്കൊണ്ടിരിക്കുക. ഇവരോട് എല്ലാവരോടും ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ മഞ്ചേശ്വരത്ത് അവിടെ LDFന് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, BJPനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നതാണോ നല്ലത്, അല്ലാതെ പിൻവലിക്കുന്നതാണോ നല്ലത്? എന്താ അതെന്താ ചർച്ചയ്ക്ക് വെക്കാത്തത്? കേരളത്തിലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയിട്ട് 8 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്താണുള്ളത്. ഈ 8 അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഏതാണ്ട് 3-ാം സ്ഥാനത്താണ് ഉള്ളത്. തൊട്ടടുത്ത് നിൽക്കുന്നത് LDF സ്ഥാനാർത്ഥികളാണ്. എന്നിട്ടും 3-ാം സ്ഥാനത്തുള്ള കോൺഗ്രസ് അവിടെ മത്സരിക്കുന്ന കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷി എന്നുള്ളവർക്ക് മുസ്ലിം ലീഗ് ഈ മണ്ഡലങ്ങൾ മുഴുവൻ അവർ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് BJPനെ സഹായിക്കാനാണോ? BJPയുടെ പരാജയത്തിന് എന്തെങ്കിലും ഒരു സാധ്യത ആ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടാവുക? ഇതൊന്നും എന്താ നിങ്ങൾ ചർച്ചയ്ക്ക് വെക്കാതെ വളരെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമുള്ള ഒരു പാർട്ടി മത്സരിക്കുന്നത് മാത്രം വലിയ ചർച്ചയാക്കി കൊണ്ടുവരുന്നത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ്? ഇതൊക്കെ ചർച്ചയ്ക്ക് വെക്കാം, അതിന് നിങ്ങൾക്ക് വയ്യ. ഞങ്ങൾ ഒരു മാസം മുമ്പിട്ട് ഈ പാർട്ടി മഞ്ചേശ്വരത്ത് മത്സരിക്കണം എന്നുള്ള ഈ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റി അനുവാദത്തോട് കൂടിയിട്ട് ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം എടുക്കുന്നതിൻ്റെ പശ്ചാത്തലമുണ്ട്. കാരണം ഒരു മാസം മുമ്പ് ഈ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളത്തിലെ മീഡിയകൾ മുമ്പിൽ പറഞ്ഞതാണ്, പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ BJPക്ക് അങ്ങ് സാധ്യത പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചുരുങ്ങിയത് മഞ്ചേശ്വരത്തും നേമത്തും എങ്കിലും നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരസ്പരം, ഇത് രണ്ടും വിജയിച്ചത് നമുക്കറിയാലോ. ഒരു സ്ഥലത്ത് CPM ആണ് വിജയിച്ചിട്ടുള്ളത്, ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗാണ് UDFന്റെ ഘടകകക്ഷി എന്നുള്ളത് വിജയിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇനി പരസ്പരം മത്സരിക്കരുത്, BJPക്ക് സാധ്യത കൂടുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലതാ മുസ്ലിം ലീഗും CPMും കോൺഗ്രസും DMK ഒക്കെ ഒറ്റ മുന്നണിയിലല്ലേ, മഹാരാഷ്ട്രയിലല്ലേ, ഏതെല്ലാം ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണി ആയിട്ടല്ലെങ്കിൽ മത്സരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ BJP വിരുദ്ധത ഇല്ലാത്തത്? ചുരുങ്ങിയത് ഞങ്ങൾ 140 മണ്ഡലത്തിൽ ഈ 2 മണ്ഡലമെങ്കിലും, 138 മണ്ഡലം അവിടെ നിൽക്കട്ടെ, ബാക്കി ഈ 2 മണ്ഡലത്തിലെങ്കിലും നിങ്ങൾക്കൊന്ന് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേമത്ത് UDFന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക, മഞ്ചേശ്വരത്ത് LDF സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക എന്നുള്ളൊരു പ്രപ്പോസൽ ഞങ്ങൾ വെച്ചതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ, സ്വീകരിച്ചോ? എന്നിട്ടിപ്പോൾ ഞങ്ങൾക്കാണ് നിങ്ങൾ ഈ ഉപദേശങ്ങളൊക്കെ തരും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മഞ്ചേശ്വരം അവിടെ നിൽക്കട്ടെ. നേമത്ത് എന്താ സ്ഥിതി? നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സുരേന്ദ്രൻ വന്നാൽ അസംബ്ലിയിൽ വന്നാൽ പ്രശ്നം നടക്കും. അപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അസംബ്ലിയിൽ വന്നാൽ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം മത്സരിക്കുന്ന നേമത്ത് എന്താ സ്ഥിതി? നേമത്ത് കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ എന്താ? അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച കുമ്മന രാജശേഖരൻ വാങ്ങിയത് 50,856 വോട്ടാണ്. അവിടെ വിജയിച്ച B ശിവൻകുട്ടി വാങ്ങിയത് 54,452 വോട്ടാണ്. അതായത് 3,596 വോട്ടിൻ്റെ നേരിയൊരു ഭൂരിപക്ഷത്തിലാണ് ശിവൻകുട്ടി അവിടെ ജയിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ BJP പരാജയപ്പെട്ട് നിൽക്കുന്നത്. അത് ആ 3,596 വോട്ടും കൂടി വാങ്ങിയാൽ BJP അവിടെ വിജയിക്കും. നിങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥി K മുരളീധരന് കിട്ടിയ വോട്ട് എത്ര? 35,532 വോട്ട്. നിങ്ങൾ എന്തിനാ വോട്ട് വാങ്ങുന്നത്? അവിടെ ആരെ സഹായിക്കാനാണ്? നിങ്ങൾ 3-ാം സ്ഥാനത്താണുള്ളത്, നിങ്ങൾ അതൊന്ന് പിൻവലിക്കുന്ന അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് ചെയ്യാൻ പറ്റുമോ? ലീഗിന് ധൈര്യമുണ്ടോ? നേമത്തൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റും, ഞങ്ങളുടെ വോട്ട് മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ നേമത്ത് തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFനാണെന്ന് പറയാൻ പറ്റും? ഈ 35,532 വോട്ടിൽ ലീഗിന് ഒരു 8,000 വോട്ട് ലീഗിന് ഉണ്ടാവില്ല. എത്ര സേഫാണെന്നാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കൂലല്ലോ. ലീഗ് അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ടോ? ഈ മീഡിയ വണ്ണിൻ്റെ പാർട്ടിക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചാൽ അവർ ഞങ്ങൾ സംസ്ഥാനത്തെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൊത്തം സീറ്റിലും ഞങ്ങൾ UDFനെ പിന്തുണക്കുക എന്നുള്ളത്. മീഡിയ വണ്ണിൻ്റെ പാർട്ടിക്കാർക്ക് ഇന്നലെ നേമത്ത് എന്താ തീരുമാനം? അവർ എത്ര സ്ഥാനത്തുള്ള UDFനെയാണ് പിന്തുണക്കുന്നത്? തൊട്ടടുത്തുള്ളത് ആരാണ്? LDF അല്ലേ? ഇവർക്ക് ആർക്കും ഇവരെ നിലപാടിനെ പറ്റി ആർക്കും ഒരു ചർച്ചയില്ല. STPന്റെ നിലപാട് മാത്രമാണ് ചർച്ച.
ഞങ്ങൾ ഒരു മാസം മുമ്പ് ഈ പ്രപ്പോസൽ കേരളത്തിന് മുമ്പിൽ ഈ രണ്ട് മുന്നണിക്ക് മുമ്പിൽ വെച്ചതാണ്. നിങ്ങൾ ഇതിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് കൂട്ടർ അത് കാണാതെ എന്നിട്ട് ഈ സമുദായത്തിന് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പേടിപ്പിക്കുക കാലാകാലം BJP വരും എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ മുസ്ലിം സമുദായത്തിന് ഈ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും നിലപാട് വെച്ചിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കും. BJP പേടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ബാക്ക്ലോഗ് കേരളത്തിൽ നികത്തുന്നുള്ള ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? നമുക്കപ്പോൾ ആലോചിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റൊട്ടേഷൻ സമ്പ്രദായത്തിൽ സംവരണത്തിലുണ്ടായിട്ടുള്ള അട്ടിമറി നിങ്ങൾക്ക് അത് തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ഇങ്ങനെ ഒരു സംവരണത്തിലുള്ള ഈ നഷ്ടം ഇനി മുസ്ലിം സമുദായത്തിനും മറ്റു ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ള പ്രകടനപത്രം അങ്ങനെ ഉറപ്പുവരാൻ പറ്റുമോ നിങ്ങൾക്ക്? അറ്റ്ലീസ്റ്റ് മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ല ഒന്ന് വിഭജിക്കുന്നുള്ള ഒരു പ്രപ്പോസൽ പ്രകടനപത്രികയിൽ വെക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരു കാര്യം പറയാതെ കാലാകാലം നെഗറ്റീവായിട്ട് നിങ്ങൾ BJP വരാതിരിക്കാൻ BJP-നെ പേടിപ്പിച്ചിട്ട് ഈ സമുദായം നിങ്ങൾ എത്ര കാലം ഇങ്ങനെ കൊണ്ടു നടക്കും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് യാതൊരു പേടിയും BJP വരുന്നതിന് ഞങ്ങൾക്കില്ല. കാരണം ഈ കേരളം, കർണാടക, തമിഴ്നാട് കഴിഞ്ഞാൽ ബാക്കി ഈ പാർട്ടി മത്സരിക്കുന്ന ബാക്കി 18 സ്റ്റേറ്റിൽ ഈ പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് ബംഗാളും കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള 10, 13, 14 സ്റ്റേറ്റ് ഭരിക്കുന്ന BJP-യാണ്. അവിടെ ഈ പാർട്ടി അന്തസ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതേ കേരളത്തിലുള്ള ഇതേ നിലപാട് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് രാജസ്ഥാനിലും UP-യിലൊക്കെ തന്നെ. ഇവിടെക്കാട് കൂടുതൽ പഞ്ചായത്ത് തലത്തിലുള്ള മെമ്പർമാരുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് UP-യിൽ ഞങ്ങൾക്ക് 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. BJP ഭരിക്കുന്ന ജാർഖണ്ഡിൽ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ BJP പേടിയൊന്നും BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഞങ്ങൾക്ക് ആ പേടിയില്ല. പിന്നെ ഇവിടെ BJP വരും പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കേണ്ട, അത് വേറെ സംഗതി. നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായി നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇത്ര ബേജാറുണ്ടെങ്കിൽ ലീഗ് എന്ന ഒരു കാര്യം ചെയ്യട്ടെ, ലീഗ് എന്ന നിയമം വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവട്ടെ. അവിടെ ഈ പറയുന്ന BJP തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്ത് അവരുടെ ആ ഇഖ്ലാസ് ഉണ്ട്, അത് അവർ തെളിയിക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ഇപ്പൊ അവിടുത്തെ MLA പറയുന്നത് AKM അഷ്റഫ് പറയുന്നത് SDPIന്റെ സ്ഥാനാർത്ഥി KM അഷ്റഫ് എന്നുള്ള അയാളുടെ പേര് അതാണ്. അയാൾ മത്സരിക്കുന്ന അപരനായിട്ടാണ് മത്സരിക്കുന്നത്. അയാൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് അഷ്റഫ് KM. ഇനി AKM അഷ്റഫ് എന്ന് പറയുന്ന MLA-ക്ക് BJP-യോട് ഇത്ര വിരോധവും BJP-യെ തോൽപ്പിക്കണമെന്ന് അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ട് അവിടെ ഡമ്മി സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ തർക്കടില്ലാത്ത ഒരാളാണല്ലോ ഡമ്മി സ്ഥാനാർത്ഥിയുടെ മഞ്ചേശ്വരത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അഷ്റഫ് എന്നുള്ള പേരല്ലല്ലോ. ഇന്ന് തൽക്കാലം AKM അഷ്റഫ് മാറിയിക്കട്ടെ. എന്നാൽ പിന്നെ ഈ അപരനുള്ള വോട്ടിന്റെ പ്രശ്നം കൂടി ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ഡമ്മി മത്സരിക്കുക. തൽക്കാലം AKM അഷ്റഫ് അവിടെ നിന്ന് മാറി നിൽക്കട്ടെ. നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല, നിങ്ങൾക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ള എല്ലാ സംഗതിയും ഈ കൊച്ചു പാർട്ടി ചെയ്താലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല എന്നതിനെ തീർത്ത് ഞങ്ങൾ പറയുകയാണ്.